വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ കൊല്ലം രേണുവിനെ കുറിച്ച് രണ്ട് വാക്ക് ചർച്ച ചെയ്താലോ? എൻ്റെ കാഴ്ചപ്പാടിൽ യാതൊരു വിവരവും ബോധമില്ലാത്ത ഒരു പൊട്ടി പെൺകുട്ടി. ആദ്യം 1-2 റീൽസൊക്കെ ചെയ്തു. അത് പബ്ലിക്കിൻ്റെ ഇടയ്ക്കിൽ ഒന്ന് ഓടി നടന്നു. അപ്പോൾ കുറേ കമൻറ്റുകൾ വന്നു. അതിൽ ചിലർ പറഞ്ഞു കൊല്ലം സുധീരെ ഭാര്യ, അങ്ങനെ കാണാൻ വിഷമമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ. കുറച്ച് പേര് പറഞ്ഞു, ഓ രേണുവിൻ്റെ ജീവിതമല്ലേ, ജീവിതം ഒന്നുള്ളൂ, അടിച്ചു പൊളിക്കൂ, ഞങ്ങളെല്ലാം സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. സഹൃദയരായ കുറച്ച് പേര് ഫസ്റ്റ് പറഞ്ഞു, മോശമാണ്, സുധിയെ ഞങ്ങളിങ്ങനെയല്ല കാണുന്നത്, സുധിയുടെ ഭാര്യയെ ഞങ്ങളിങ്ങനെയല്ല കാണുന്നത്. പക്ഷേ രേണുവിന് താല്പര്യം വന്ന കമൻറ്റുകൾ ഒന്നും നോക്കണ്ട, അടിച്ചു പൊളിച്ചോ, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന കുറച്ച് ആളുകളുടെ കമൻറ്റുകളായിരുന്നു. പാവം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, യാതൊരു വിവരവും ഇല്ലാത്ത പൊട്ടിക്കുട്ടി. അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് പക്ഷം. ചെയ്യണ്ടായിരുന്നു എന്നും അത് ആവശ്യമായിരുന്നു എന്നും പറയുന്ന രണ്ട് ചേരികളുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതം, നമ്മുടെ മാത്രം ജീവിതം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റാതെ കുറച്ച് കമൻറ്റുകളുടെ പിന്നാലെ പോയിട്ട് നമ്മൾ വെറുതെ നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയണത്. ചെറുപ്പമാണ്, 2 ആൺകുട്ടികളുടെ അമ്മയാണ്, പെറ്റമ്മ അല്ലെങ്കിൽ പോറ്റമ്മയാണ്. ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് സുധിയുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. ഒരു രേണു ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടു, എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല, ജീവിക്കാൻ പൈസ വേണം, ഒരു യൂട്യൂബ് ചാനൽ സുഖമായിട്ട് തുടങ്ങാമല്ലോ, സുധിയുടെ ഭാര്യയല്ലേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പെട്ടെന്നത് മോണിറ്റൈസേഷനൊക്കെ ആയി പൈസ അക്കൗണ്ടിലേക്ക് എത്തും, 100% ഉറപ്പുള്ള കാര്യമാണ്. സുധി തന്നെ പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സുധിയുടെ മരണശേഷം ഒരു വീട് അവർക്ക് ലഭിച്ചു. അപ്പോൾ ആ 2 മക്കളെ നോക്കി ആ അമ്മയ്ക്ക് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങിയ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. അതല്ലേ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് വേണ്ടിയിരുന്നത്. പെറ്റമ്മയാണെങ്കിൽ ഒരു പരിധി വരെ മക്കൾ ചിലപ്പോൾ സഹിച്ചേക്കാമായിരിക്കാം. പക്ഷെ ഒരു പോറ്റമ്മയാണ്, അവരുടെ ഉള്ളുപടയും ആ ആൺകുട്ടികളുടെ ഒരു രീതിക്കും ഇനി അവർക്ക് ആ പഴയ രീതിയിൽ കാണാൻ പറ്റില്ല, സാധിക്കില്ല. ആ രീതിയിലാണ് രേണുവിൻ്റെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ ഞാൻ പറയും. രേണു ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് രേണുവിൻ്റെ ആഗ്രഹം, അങ്ങനെ പോകാം. പക്ഷെ എന്തുകൊണ്ട് ഈ ശരീരഭാഗങ്ങളൊക്കെ കാണിക്കുന്നു? അതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അതെ, നല്ലൊരു അമ്മ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയൊക്കെയുള്ള അല്ലെ കുറേ ആൾക്കാർ സുധിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരുടെയൊക്കെ ഭാര്യ അല്ല, അവരുടെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആ സുധിയുടെ, കൊല്ലം സുധിയുടെ ഭാര്യ രേണു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എന്തോ ഒരു വിഷമം. ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ ആൺമക്കൾ തന്നെ, മൂത്ത മോൻ അത്യാവശ്യം പാകതയും പക്വതയൊക്കെ ആയിട്ടുണ്ട്. ആ മോൻ പഠിച്ച് ഒരുപാടൊന്നും വൈകാണ്ട് എന്തെങ്കിലും ഒരു ജോലിയിലൊക്കെ കയറി പറ്റും. അപ്പോൾ അവന് തന്നെ തോന്നും അമ്മയ്ക്കൊരു ജീവിതം ആവശ്യമുണ്ട്, ഒരു നല്ല ബന്ധം അമ്മയ്ക്കായിട്ട് കണ്ടെത്തണം എന്ന് വിചാരിച്ച് ഈ മക്കൾ തന്നെ ഈ രേണുവിനെ ഏതെങ്കിലും ഒരു നല്ല കൈകളിൽ പിടിച്ചു കൊടുക്കും. അതൊരു 100% ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അമ്മയായിട്ട് നിൽക്കണമായിരുന്നു. ഇപ്പോൾ റീൽസൊക്കെ ചെയ്യുമ്പോൾ വയറ്റിലൊക്കെ കയറി പിടിക്കുമ്പോൾ ആ വികാരം വരവൊക്കെ ഉണ്ടല്ലോ, പിന്നെ 5-6 മുടികൾ തീർത്തിട്ട് ഇങ്ങനെ ഈ എന്തിനാത്? അവനവന് പറ്റുന്ന ഡ്രസ്സ് ഇടുക, കാണിക്കണം എന്നാണെങ്കിൽ തന്നെ കാണിക്കുക. അത് കാണുന്നുണ്ട് എന്ന് കാണുമ്പം 5-6 മുടി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വളരെ വളരെ മോശം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പേരും പ്രശസ്തിയും പണവും ഒക്കെ ഉണ്ടാകാൻ
വേറെ മാർഗങ്ങളുണ്ടെന്നേ. ഒന്നും പറയാനില്ല രേണു. രേണുവിൻ്റെ വഴി ചെന്നെത്തുന്നത് ഒരു നന്മയിലേക്ക് തന്നെ ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടി മാത്രം ഈ വീഡിയോ അവസാനിപ്പിക്കുക.